പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയാണ്. ധനലക്ഷ്മി എങ്ങനെയാണ് വരുണിനെ ഒഴിവാക്കേണ്ടത് എന്നുള്ള കാര്യം ആലോചിക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ. വിചാരിച്ചതുപോലെ ഒന്നും തന്നെ നടക്കുന്നില്ലല്ലോ. എന്തു ചെയ്യും? എങ്ങനെയെങ്കിലും കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയേ മതിയാവുകയുള്ളൂ. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ ഇതിനിടയിലാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ ക്രിഷ് പുതിയൊരു തീരുമാനമെടുക്കുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും ഇനി ഞാൻ മാനസയെ വിവാഹം കഴിക്കുകയില്ല. ആ കാര്യം ഉറപ്പിക്കുന്ന കൃഷും കൺമണിയും ഒടുവിൽ തിരികെ എസ്റ്റേറ്റിൽ നിന്ന് വീട്ടിലേക്ക് വരികയാണ്. രണ്ടുപേരും ഒരുമിച്ച് കടന്നു വരുന്നത് കാണുന്നത് സാഗറിനെ ഒന്ന് ഞെട്ടിച്ചു കളയുന്നു. ഇതോടെ സാഗറിനോട്, അച്ഛാ, മാനസയെ വിവാഹം കഴിക്കാൻ എനിക്ക് പറ്റില്ല. ആ കാര്യം ഞാൻ ഇപ്പോഴേ വ്യക്തമാക്കുകയാണ്. എൻ്റെ മനസ്സിൽ കൺമണിക്കാണ് സ്ഥാനമുള്ളത്. ആ സ്ഥാനം മറ്റൊരാൾക്ക് കൊടുക്കാൻ എനിക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കാര്യം അച്ഛനോട് വ്യക്തമാക്കുന്നത്. മനസ്സിലായോ? നീ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ നിന്റെ കൂടെ നിൽക്കാം, പോരെ? ഇനി നിന്റെ അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ആ ഒരു കാര്യം മാത്രമാണ് ഉള്ളത്. അത് ഞാൻ ചെയ്തു കൊള്ളാം അച്ഛാ. അച്ഛനെൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. ഇതോടെ കൃഷിന് സന്തോഷമാവുകയാണ്. പക്ഷേ ഇതേ സമയം കൃഷിനോട്, കൃഷ്, എനിക്ക് മറ്റൊരു കാര്യം നിന്നോട് ചർച്ച ചെയ്യാനുണ്ട്. നീ ആ കാര്യം ഇന്നല്ലെങ്കിൽ നാളെ ഒരു വഴിയല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ അറിയും. അതുകൊണ്ട് തന്നെ ഞാനായി ആ കാര്യം നിന്നോട് പറയണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്താച്ചാ? എന്താ കാര്യം? അത് നിനക്കൊരു മൂത്ത സഹോദരനുണ്ട്. ആ കുട്ടിയെ പറ്റി നിനക്ക് അറിയാവുന്നതല്ലേ? ആ, അത് ആ കുട്ടി മരിച്ചുപോയില്ലേ? ഇല്ല, അത് ബലരാമനാണ്. എന്ത്? എൻ്റെ സഹോദരനോ? അതെ, ഞങ്ങൾ ആ കാര്യം ഈ അടുത്താണ് അറിഞ്ഞത്. ഞാൻ ഇതുവരെ സുജിയോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല. ഇനി എങ്ങനെ പറയണം എന്നറിയാതെയാണ് നിൽക്കുന്നത്. ഇത് കേട്ട് കൺമണിയാകെ തരിച്ച് നിന്നു പോവുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.